ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഈ കാവടി തുള്ളി പോകുന്നത് എൻ്റെ സ്കൂളിൽ ഇന്ന് സ്പോർട്സ് ഡേ ആണ്. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒന്നല്ല രണ്ടല്ല 3 ദിവസമാണ് സ്പോർട്സ് ഡേ ഉള്ളത്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് ഓരോ ഐറ്റത്തിനനുസരിച്ച് പാട്ട് വെച്ച് കൊടുക്കണം, അതാണ് എൻ്റെ പണി. അപ്പോൾ മാർച്ച് പാസ്റ്റിനുള്ള പാട്ടും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനും ആതിരയാണ് പാർട്ട്നേഴ്സ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പാട്ടൊക്കെ ഇടുന്നത് കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് മാർച്ച് പാസ്റ്റ് ചെയ്യുന്നുണ്ട്. 4 ടീമിനും 4 കളറാണ് കിട്ടിയിട്ടുള്ളത്: ബ്ലാക്ക്, വൈറ്റ്, ബ്രൗണ്, ഗ്രേ. ഈ കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ മാർച്ച് പാസ്റ്റിന് തീം എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായി ചെയ്യുന്നുണ്ട്. അങ്ങനെ മാർച്ച് പാസ്റ്റ് അവസാനിക്കാറായി. ആക്ച്വലി ഇന്ന് ഞാൻ ഫോണൊക്കെ അടിപൊളിയായി സെറ്റ് ചെയ്ത് വീഡിയോസൊക്കെ സൂപ്പറായി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് വന്നത്. പക്ഷേ എൻ്റെ ഡ്യൂട്ടി അപ്രകാരമായിരുന്നു. അതായത് അവിടെ നിന്ന് ഇളകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇതാ കണ്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ക്യാമറാമാനോനെ വെക്കേണ്ടി വന്നു. ഞാനൊരു ആളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ആ ക്യാമറാമാനോൻ വളരെ പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചും തലകുത്തിയും കിടന്നും ഒക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോയിൽ അതിൻ്റേതായ പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ ആ സാറെ ആദരിക്കുകയാണ്, ജോപ്പോൾ അഞ്ചേരി സാറെ ആദരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. എല്ലാവരും പ്രസംഗിച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്ത് എല്ലാവരെയും അഭിനന്ദിച്ച് അനുഗ്രഹിച്ച് എന്താ പറയുക, എല്ലാ ബെസ്റ്റ് വിഷസും നൽകുകയാണ് എല്ലാവരും കൂടെ. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമാണല്ലേ. ഇത്രയും കുട്ടികളുടെ ഒപ്പം ഓടാനും ഇത്രയും കുട്ടികളുടെ ഒപ്പം ചാടാനും എൻജോയ് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് എൻജോയ് ചെയ്യാനെങ്കിലും സ്പോർട്സ് ഡേക്ക് എത്തുക എന്നുള്ളതാണ് വലിയ കാര്യം. സ്പോർട്സ് ഡേക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ വൈബ് എന്താണെന്ന് പോലും മനസ്സിലാവില്ല സത്യം പറഞ്ഞാൽ. ആക്ച്വലി ഞാൻ പല്ലുവേദനയായിട്ട് നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് അടിപൊളിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വൈബ് അടിക്കുമായിരുന്നു. മ്യൂസിക് ടീമിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പാട്ടും വെച്ച് തകർത്ത് വൈബ് അടിക്കുമായിരുന്നു. ഈ തുള്ളിച്ചാടുന്ന ടീമാണ് ഫസ്റ്റ് കിട്ടിയ ടീം കേട്ടോ, ലൂമിനസ് ലിയോസ്. എന്താണ് രാധ ടീച്ചറുടെയൊക്കെ സന്തോഷം. അങ്ങനെ അവർക്ക് ഫസ്റ്റ് കിട്ടി. ഇതിപ്പോൾ നമ്മുടെ ടീമിന് സെക്കൻഡാണ് കിട്ടിയത്. ഞങ്ങളും സന്തോഷത്തിന് കുറവൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ ഫോട്ടോയിൽ പങ്കെടുക്കാൻ പറ്റില്ല, കാരണം ഞാനവിടെ മോട്ടിവേഷണൽ സോങ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നതേ. സന്തോഷ് സാർ ഓടി ഓടി വന്ന് സന്തോഷ് സാറിൻ്റെ ടീമിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ സ്റ്റാഫ്സ് എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അതും ഞങ്ങൾ കളർഫുള്ളായി എടുത്തു. ഗ്രൗണ്ട് ഫുൾ ജേഴ്സി മയമാണ് കേട്ടോ, ചുവപ്പും വെള്ളയും പച്ചയും കറുപ്പും ഒക്കെ ആയിട്ട് ഫുൾ ജേഴ്സി മയമാണ്. ഈ കുട്ടികൾ ഇവരാണ് നമ്മുടെ സജസ്റ്റേഴ്സ്. പാട്ട് സജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികളാണ്. അത് വെക്കൂ ടീച്ചർ, ഇത് വെക്കൂ ടീച്ചർ, മറ്റേത് വെക്കൂ ടീച്ചർ എന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ നടന്ന് ഒരു പാട്ടും വെക്കാത്ത രീതിയിൽ നമ്മളെ ആക്കി തീർക്കുന്ന ഇനി കാണുന്ന വ്യക്തിയെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ സ്കൂളിൽ ഉച്ചഭാഷിണി, അതെ ഉച്ചഭാഷണനാണ് ഈ ഇരുന്ന് പഴംപൊരി കഴിക്കുന്നത്. പല ഓട്ട മത്സരങ്ങളും എനിക്ക് പകർത്താൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനെല്ലാം പകർത്തിയത് എൻ്റെ ക്യാമറാമാനാണ് പകർത്തിയത്. അതുകൊണ്ട് തന്നെ പല ഇവൻസും എനിക്ക് പകർത്താൻ പറ്റിയിട്ടില്ല. എന്നാലും കുറച്ചൊക്കെ ഒരു ആവേശം പകരുന്ന വീഡിയോസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഗ്രൗണ്ടിൽ വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് അത്യാവശ്യം. ഇന്ന് നമ്മളെ പ്രകൃതി തുണച്ചു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പാട്ട് വെക്കുന്നുണ്ട്. ഇവരൊക്കെ ഓടുമ്പോൾ അയ്യോ പ്രകൃതി തുണച്ചു എന്ന് പറയുമ്പോഴേക്കും ഇതേ വന്നു മഴ. അപ്പം ഞങ്ങൾ മഴയുടെ പാട്ടിട്ടു. അടടാ മഴടാ, ആ പാട്ടും എൻ്റെ മഴയ്ക്ക് എൻ്റെ പൊപ്പി ഇതൊക്കെ ഇട്ട് ഞങ്ങൾ വൈബ് ചെയ്യായിരുന്നു. മഴയത്തും ആരും ആ ഒരു ആവേശം ചോർന്നു പോകാതെ തന്നെ കുട്ടികൾ ഓടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. മഴയത്തും അവർ സൂപ്പറായി ഓടി അവരുടെ ആവേശം കെടാതെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതാണ് ഗുരുകുലത്തെ പിള്ളേർ. മഴയാണെന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കാറില്ല. ദേ അവസാനം പോയ ഞാനല്ല തിരിച്ചു വന്നത്, പവനായി ശവമായി ഗൈസ്. വന്നതും കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചതാണ് ഞാൻ. പല്ലുവേദന കാരണം ഒന്നിനും പറ്റിയിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ നോക്കൂ, ഇതേ ഉറങ്ങാൻ വന്ന എനിക്ക് കിട്ടിയ മുട്ടൻ പണിയാണ്. കൊതുക് കടിച്ചില്ലാതാക്കി. കൊതുക് തിരി നോക്കുമ്പോൾ കാണാനില്ല. അപ്പം ഞാൻ നോർമൽ ചന്ദനത്തിരി കത്തിച്ച് സമാധാനപ്പെടുകയാണ്. കൊതുകുകളെ പറ്റിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഖതം ഹോ ഗയാ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.